എന്താണ് യഥാർത്ഥത്തിൽ ഈ ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്? ശരിക്കും ഈ ബാക്ക് ലിങ്കുകളുടെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വെബ് പേജുകളുടെ റെലവൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ബാക്ക് ലിങ്കുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ DA അല്ലെങ്കിൽ DR എന്നൊക്കെ പറഞ്ഞ് ഈ സ്കോർ യഥാർത്ഥത്തിൽ എപ്പോഴും ജെനുവൻ ആവാൻ ശ്രമിക്കുക. SEO ചെയ്യുന്ന എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നല്ല ബാക്ക് ലിങ്കുകൾ കണ്ടെത്തുക എന്നുള്ളത്. ഇത് ഏജൻസികളിലായാലും അതെ, ഫ്രീലാൻസായിട്ട് SEO ചെയ്യുന്നവരായാലും അതെ, എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ബിഗിനേഴ്സിനായാലും വർഷങ്ങളായിട്ട് SEO ചെയ്യുന്നവർക്കായാലും ഈ ഒരു കൺഫ്യൂഷൻ വലിയ രീതിയിലുണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിൽ ബാക്ക് ലിങ്കുകൾ എങ്ങനെ കണ്ടെത്താം എന്ന് ആരും അഡ്രസ്സ് ചെയ്യാറുമില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പറയാറുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് എന്താണ് ബാക്ക് ലിങ്ക്, എങ്ങനെ നമുക്ക് നല്ല ബാക്ക് ലിങ്കുകൾ കണ്ടെത്താം, എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള ബാക്ക് ലിങ്ക് പ്രാക്ടീസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റികളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സംശയങ്ങളും ഈ ബാക്ക് ലിങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത്. അത് ബിഗിനേഴ്സ് ആയാലും ഇപ്പോൾ SEO ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകളും ഇനി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പോലും അങ്ങനെ ചോദിക്കാറുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ബാക്ക് ലിങ്കുകളുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ഒരു വലിയ ഒരു വിഷയമാണ്. ആരും പൊതുവെ അഡ്രസ്സ് ചെയ്യാറുമില്ല. നിങ്ങളിപ്പോൾ തന്നെ ഒരുപാട് SEO വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാനും കാണാറുണ്ട് ഒരുപാട് SEO വീഡിയോസ്. അതിനകത്തൊന്നും ഒരിക്കലും ഈ ബാക്ക് ലിങ്കുകളെ പറ്റിയിട്ട് അധികമൊന്നും ആരും പറയാറില്ല. പലപ്പോഴും നമ്മൾ പല ആർട്ടിക്കിളുകളും ഇങ്ങനെ വായിക്കാറുണ്ട്, വേഗമായിട്ട് ഇങ്ങനെ വായിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ ബാക്ക് ലിങ്ക് എന്ന് പറയുന്ന ആ കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്ന് കുറേയധികം ഡിസ്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അതെ, നമുക്ക് ആദ്യമായിട്ട് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ടാവും. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ട് പറ്റുമോ? യഥാർത്ഥത്തിൽ ഈ ബാക്ക് ലിങ്കുകൾ എന്ന് പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ലിങ്കുകളാണ്. അതായത് ഇൻകമിങ് ലിങ്കുകൾ എന്ന് പറയും. മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് വരുന്ന ലിങ്കുകളാണ് ഈ പറഞ്ഞ പോലെ ഇൻകമിങ് ലിങ്ക് അല്ലെങ്കിൽ ബാക്ക് ലിങ്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് പലതരത്തിലുള്ള ലിങ്കുകളും നമുക്കറിയാം. നമ്മുടെ SEO പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ തരത്തിലുള്ള ലിങ്കുകൾ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മളുടെ വെബ്സൈറ്റിനകത്ത് തന്നെയുള്ള പേജുകളിലേക്ക് നമ്മൾ ചില ലിങ്കുകൾ കൊടുക്കാറുണ്ടല്ലോ. ഇതിനെ ഇൻറ്റേർണൽ ലിങ്കിങ് എന്നാണ് പറയുക. ഇൻറ്റേർണൽ ലിങ്കിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിനകത്തെ കണ്ടൻറ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ, നമ്മുടെ നാവിഗേഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ടോപ്പിക്കൽ മാപ്പ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകളെയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ സെർച്ച് എഞ്ചിനെയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ലിങ്കുകൾ, അതിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്റ്റേണൽ ലിങ്കുകൾ എന്നാണ്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കുള്ള മറ്റ് വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യും. പൊതുവേ അങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്ന് വിചാരിച്ചാൽ, നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിനൊരു ട്രസ്റ്റഡ് സോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു സംഭവം കോട്ട് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് വെച്ചു. അപ്പോൾ ആ സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമുക്ക് ഇന്ന വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തത് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇതിനെപ്പറ്റി വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ അഡീഷണൽ ആയിട്ട് കുറേ ഇൻഫർമേഷൻസ് പറയുന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യും. നമ്മുടെ എക്സ്റ്റേണലായിട്ട് നമ്മുടെ പുറത്തുള്ള പല വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യും, ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിലേക്ക്. ഇതിനെയാണ് നമ്മൾ പൊതുവെ എക്സ്റ്റേണൽ ലിങ്കുകൾ എന്ന് വിളിക്കുന്നത്. ബാക്ക് ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്കുകൾ വരും. അതിന് ഇൻകമിങ് ലിങ്ക് എന്നാണ് പറയുക, നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് ബാക്ക് ലിങ്ക് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ബാക്ക് ലിങ്കുകളാണ് ഇപ്പം നിലവിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബാക്ക് ലിങ്കുകളാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ SEO പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതൊന്ന് പറയാമോ? നമുക്ക് പലതരത്തിലുള്ള ബാക്ക് ലിങ്കുകൾ നമുക്കിന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ SEO പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് എഡിറ്റോറിയൽ ബാക്ക് ലിങ്കുകൾ എന്ന് പറയും. അതായത് നമുക്ക് വെബ്സൈറ്റുകളിൽ നിന്ന് നാച്ചുറലി കിട്ടുന്ന കണ്ടൻറ്റിനകത്തുനിന്ന് എഴുതുന്ന ആളുകൾ, ഇപ്പോൾ കണ്ടൻറ്റ് എഴുതുന്ന ആളുകൾ, അവർ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് ഒരു ട്രസ്റ്റഡ് സോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടിയിട്ടോ പോകാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് കൊടുക്കും. നമ്മൾ എക്സ്റ്റേണൽ ലിങ്കുകൾ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ മറ്റ് വെബ്സൈറ്റുകൾ എക്സ്റ്റേണൽ ലിങ്ക് കൊടുക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ വെബ്സൈറ്റ് ഈ പറഞ്ഞ പോലെ ലിങ്ക് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എഡിറ്റോറിയൽ ബാക്ക് ലിങ്ക് ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഈ പറഞ്ഞ പോലെ അതിനാണ് എഡിറ്റോറിയൽ ലിങ്ക് എന്ന് നമുക്ക് പറയുന്നത്. ഇപ്പോൾ വാർത്തകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടന്റുകളിൽ നിന്നോ ഒക്കെ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഈ തരത്തിലുള്ള ലിങ്കുകൾ കിട്ടും. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ വെബ്സൈറ്റൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്കാണ് ഈ പ്രൊഫൈൽ ബാക്ക് ലിങ്കുകൾ എന്ന് പറയുന്നത്.
പ്രൊഫൈൽ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ഫേസ്ബുക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാം അറിയാം, ലിങ്ക്ഡിൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല കേട്ടോ, ചില വെബ്സൈറ്റുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പ്രൊഫൈൽ ബാക്ക് വെബ്സൈറ്റ്സ് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ലിസ്റ്റുകൾ കിട്ടും. ഇതിൽ ചിലതൊക്കെ നോ ഫോളോ ആയിരിക്കും, ചിലതൊക്കെ ഡു ഫോളോ ആയിരിക്കും. പക്ഷേ എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള ബാക്ക് ലിങ്കുകൾ ഈ പറഞ്ഞ പോലെ ഇതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജുകളിലേക്ക് നമുക്ക് ഈ ടൈപ്പ് ഓഫ് പ്രൊഫൈൽ ബാക്ക് ലിങ്കുകളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ളൊരു ബാക്ക് ലിങ്ക് പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് ഈ എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ്. ബ്ലോഗുകളുടെ അടിയിലൊക്കെ പോയിട്ട് നമ്മൾ കമൻ്റൊക്കെ ഇടാറുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലോഗ് കമൻറ്റിങ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്കുകളൊക്കെ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ബാക്ക് ലിങ്കുകളായിട്ട് യഥാർത്ഥത്തിൽ ഈ പിന്നെ പണ്ട് കാലത്തൊക്കെ പ്രാക്ടീസിങ്ങിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോഗ് കമൻറ്റിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂസർ ജനറേറ്റഡ് കണ്ടന്റിനകത്തു നിന്നുള്ള ഈ ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്കുകളുടെയൊക്കെ പ്രാധാന്യം നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഈ പണ്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന സംഭവങ്ങളാട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ. ഇപ്പോഴും അതിനൊക്കെ പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അതൊക്കെ ടൈപ്പ് എന്നുള്ളതാണ്. ക്ലാസിഫൈഡ് സബ്മിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ സബ്മിഷൻ ഉണ്ട്. പല വെബ്സൈറ്റുകളും ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിളുകൾ സ്വീകരിക്കും. അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആർട്ടിക്കിൾ ഇട്ടിട്ട് അതിനകത്തൊരു ബാക്ക് ലിങ്ക് ഉണ്ടാക്കും. ഇതിന് ആർട്ടിക്കിൾ സബ്മിഷൻ എന്ന് പറയും. PDF സബ്മിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇൻഫോഗ്രാഫിക്സ് സബ്മിഷൻ, PDF സബ്മിഷൻ, ഇമേജ് സബ്മിഷൻ. അതായത് നമ്മളൊരു PDF ഉണ്ടാക്കുന്നു, ഇതിനകത്ത് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്കുള്ള ലിങ്കുകൾ ഉണ്ടാകും. ഈ PDF നമ്മൾ കൊണ്ടുപോയിട്ട് PDFകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ PDFകൾ ഷെയർ ചെയ്യും. പിന്നെയുള്ളത് ഇമേജ്. അതുപോലെ തന്നെ ഇമേജ്, അതിനകത്ത് ഒരാൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇമേജുകൾ നമ്മൾ ഇതുപോലെ സബ്മിറ്റ് ചെയ്യുക. അതിനൊരു ലിങ്ക് കൊടുക്കാനും പറ്റും. ആ രീതിയിലേക്ക് നമുക്ക് പിന്നെ ഇത് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇൻഫോഗ്രാഫിക്സ്. ഇൻഫോഗ്രാഫിക്കലായിട്ട്, അതായത് നമ്മൾ ഏതെങ്കിലും കണ്ടന്റിനെയോ മറ്റോ നമ്മൾ ഇൻഫോഗ്രാഫിക്കായിട്ട് മാറ്റുന്നു. ഇതിനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ കാണാൻ പറ്റും. ഈ PDF സബ്മിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് സബ്മിഷൻ, ഈ ഇൻഫോഗ്രാഫിക് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് ലിങ്കുകൾ ഇന്നും ശരിക്കും പറഞ്ഞാൽ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല ആളുകളും അതിന് വേണ്ടിയിട്ട് അധികം അന്വേഷിച്ച് പോകാറില്ല. ഇത് ഇപ്പോഴും ഈ ഒരു 2025 ഇപ്പോഴും ഞാൻ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്കുകൾ തന്നെയാണ്. പിന്നെയുള്ളത് ഒരു പ്രധാനപ്പെട്ട ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് അതിനിപ്പോൾ പ്രാധാന്യം വളരെ കുറവാണ്, പക്ഷെ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റെലവൻസ് ഉണ്ട്. ഫോറം ബാക്ക് ലിങ്കുകൾ എന്നാണ് പറയാം. ഫോറം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പല ഡിസ്കഷൻ്റെയും പാർട്ടായിട്ട് നമ്മൾ അവിടെ നമ്മുടെ വെബ്സൈറ്റിനെ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് പല ആളുകളും സ്പാമി ആക്ടിവിറ്റി ആയിട്ട്, അതായത് പലപ്പോഴും പല രീതിയിലേക്ക് ഈ കമൻറ്റുകൾ സ്പാം ചെയ്ത് ഇത്തരത്തിലുള്ള ഫോറം ബാക്ക് ലിങ്കുകളുടെ പ്രസക്തി ഗൂഗിൾ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഫോറങ്ങളിൽ നിന്ന് നമുക്ക് മെൻഷൻ വരുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പല നല്ല ഫോറങ്ങളിൽ നിന്നും നമുക്ക് ഈ പറയുന്ന പോലെ പലപ്പോഴും ബാക്ക് ലിങ്കുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രാഫിക്കുകളൊക്കെ കിട്ടാറുണ്ട്. ആളുകൾ അത് അന്വേഷിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരികയും ആ രീതിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിബിൾ ആവുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഈ ഫോറം ബാക്ക് ലിങ്കുകൾക്കുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഈ ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ബാക്ക് ലിങ്കുകൾ എന്നൊക്കെ പറയും. പിന്നെ നേരത്തെ പറഞ്ഞ ബ്ലോഗ് കമൻറ്റ് ബാക്ക് ലിങ്ക് ഉണ്ട്. പിന്നെയുള്ളതാണ് ഈ ഗസ്റ്റ് പോസ്റ്റിങ്, പിന്നെ ഔട്ട്റീച്ച്, ഈ പറയുന്ന സംഭവങ്ങളുണ്ട്. ഗസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഞാനൊരു ഓതറാണ് അല്ലെങ്കിൽ ഞാനൊരു വെബ്സൈറ്റ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ മറ്റ് വെബ്സൈറ്റുകൾ, ഇപ്പോൾ ഞാനൊരു കണ്ടൻറ്റ് എഴുതുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ കണ്ടൻറ്റ് എഴുതുന്ന കുറേ ആളുകൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓതേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് വെബ്സൈറ്റുകളിൽ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ChatGPT എടുത്തിട്ട് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് പലരോടും ചോദിക്കും ഇത് പോസ്റ്റ് ചെയ്യാമോ, ആരും സമ്മതിക്കില്ല. കാരണം സ്വന്തം വെബ്സൈറ്റിൽ നല്ല കണ്ടൻറ്റും മറ്റ് വെബ്സൈറ്റുകളിൽ ബാക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോശം കണ്ടൻറ്റ് ഇടുക എന്നുള്ളൊരു പ്രാക്ടീസ് പല ആളുകൾക്കും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അതെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗസ്റ്റ് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പിന്നെ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ വെബ്സൈറ്റിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഏത് കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ റെഡിയാക്കാൻ പോകുന്നത്, നമ്മുടെ ഓതേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റിലാണ് അവർക്ക് ഒരു എക്സ്പെർട്ടൈസ്നെസ് ഉള്ളത്, ഇതൊക്കെ അവരോട് സംസാരിച്ചിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് പോകാനായിട്ട്. അല്ലാതെ കുറേ കണ്ടൻറ്റുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഷീൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം പല സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ പല പിന്നെ ഏജൻസികളിലും അതുപോലെ തന്നെ ഫ്രീലാൻസായിട്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ ഈ പറഞ്ഞ പോലെ ബിഗിനേഴ്സായിട്ടുള്ള ആളുകളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് ഈ ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ പല ആളുകളുടെയും ഇൻറ്റേൺഷിപ്പ് സമയത്ത് ഉണ്ടാകുന്ന ജോലിയിൽ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഈ ബാക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഈ ക്രിയേഷൻ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. ബാക്ക് ലിങ്കുകൾ യഥാർത്ഥത്തിൽ നാച്ചുറലി ഏൺ ചെയ്യാണ് വേണ്ടത്, മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ഏൺ ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ നമ്മുടെ ചില ബാക്ക് ലിങ്കുകൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഫൈൽ ബാക്ക് ലിങ്കുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഫോറങ്ങൾ എന്നൊക്കെയുള്ള ബാക്ക് ലിങ്കുകൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡിസ്കഷൻ്റെ പാർട്ടായിട്ട്, നമ്മുടെ കണ്ടന്റിൻ്റെ പ്രൊമോഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പാം പോലെ പല സ്ഥലങ്ങളിലും പിന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ ലിങ്കുകൾ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്പാമി ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ വെബ്സൈറ്റുകൾക്ക് പലപ്പോഴും ഈ നാച്ചുറലി ബാക്ക് ലിങ്കുകൾ കിട്ടുന്നത് അത്ര പോസിബിൾ അല്ല. നല്ല സ്ട്രാറ്റജിയൊന്നും ഇല്ല എങ്കിൽ, നല്ല കണ്ടന്റ് ഇല്ല എങ്കിൽ അത്ര പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഔട്ട്റീച്ച് ബാക്ക് ലിങ്കാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റോറിയലി പിന്നെ എന്താ പറയുക പ്ലേസ്ഡ് ആയിട്ടുള്ള ബാക്ക് ലിങ്കുകളാണ് കിട്ടുക. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഈ ഔട്ട്റീച്ചിൻ്റെ ഒരു ബാക്ക് ലിങ്ക് മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ബാക്ക് ലിങ്ക് മെത്തേഡാണ് ബ്രോക്കൺ ലിങ്കുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ, അതും ഒരു ടൈപ്പ് ഓഫ് ഔട്ട്റീച്ചിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആ ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്കുകൾ അക്വയർ ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഒരു വെബ്സൈറ്റിനകത്തേക്ക് പിന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് പിന്നെ ആ വെബ്സൈറ്റ് റിമൂവ് ചെയ്യപ്പെട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെസ്റ്റിനേഷനുള്ള വെബ്സൈറ്റ്, ഇപ്പോൾ എ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി എന്നുള്ള വെബ്സൈറ്റ് ആ പേജോ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആ വെബ്സൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊരു ബ്രോക്കൺ ലിങ്കായിട്ട് കിടക്കുന്നു എന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ ലിങ്ക് റിമൂവ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ 404 ആയിട്ടൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ പറയുന്ന പോലെ ഞങ്ങൾ തൽക്കാലം ഒരു പിന്നെ എന്താ പറയുക അതിലൊരു പീസ് ഓഫ് കണ്ടന്റ്, നല്ല ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് ലിങ്ക് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവരുമായിട്ട് ഔട്ട്റീച്ച് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുപക്ഷെ നമുക്ക് നല്ല വാല്യുബിൾ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഈ പറഞ്ഞ പോലെ ലിങ്കുകൾ തരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ബാക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റിസോഴ്സ് പേജ് ലിങ്കുകൾ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ജേണലുകളിലും അതുപോലെ തന്നെ പല ലിസ്റ്റിക്കുകളിലും ഒക്കെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിസോഴ്സ് പേജുകൾ വഴി, ആ രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റിസോഴ്സ് പേജുകൾ വഴി നമുക്ക് ബാക്ക് ലിങ്കുകൾ കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞു കോണ്ടക്ച്വൽ ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ മീഡിയയിലൊക്കെ വരുന്ന ന്യൂസുകൾ വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് ലിങ്കുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ബാക്ക് ലിങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറെ ഒരു രീതിയിലേക്ക് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. യഥാർത്ഥത്തിൽ രണ്ട് രീതിയിലുള്ള ബാക്ക് ലിങ്കുകളുണ്ട്. അതായത് ഒന്ന് ഇംപ്ലൈഡ് ലിങ്ക് എന്നാണ് പറയാം. ഇംപ്ലൈഡ് ലിങ്ക് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മളൊരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ആ മെൻഷൻ നോക്കിയിട്ട് പിന്നെ ഗൂഗിളിലോ മറ്റ് ഏതെങ്കിലും ബ്രൗസറിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് കിട്ടുന്ന മെൻഷൻസ് ലിങ്ക്ലെസ് മെൻഷൻസ് എന്നാണ് പറയുക. ഇതിനെ ഇംപ്ലൈഡ് ലിങ്കുകൾ എന്ന് വിളിക്കാറുണ്ട്. നെക്സ്റ്റ് രണ്ടാമത് വരുന്ന ലിങ്കുകൾ ആണ് എക്സ്പ്രസ് ലിങ്ക് എന്ന് പറയുന്നത്. എക്സ്പ്രസ് ലിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ഹൈപ്പർ ലിങ്ക് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഹൈപ്പർ ലിങ്ക് വഴി നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് അവർക്ക് ഡയറക്റ്റായിട്ട് വരാനായിട്ട് പറ്റും. അതിന് വേറെ ഈ പറഞ്ഞ ബ്രൗസറിൽ നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഈ സർവീസോ ഒന്നും അവർ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് വരാൻ പറ്റും. ഇതാണ് എക്സ്പ്രസ് ലിങ്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഡു ഫോളോ ലിങ്ക്, നോ ഫോളോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നീട് ഗൂഗിൾ ഈ പറഞ്ഞ പോലെ നോ ഫോളോ ലിങ്കിനെ ഈ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് പിന്നീട് 3 ടൈപ്പായിട്ട് വീണ്ടും വരുന്നുണ്ട്. UGC, ഈ പറഞ്ഞ പോലെ അഫിലിയേറ്റ് ലിങ്കുകൾ, സ്പോൺസേർഡ് ലിങ്കുകൾ, ഈ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ SEOയിൽ പല രീതിയിൽ നമുക്ക് പല സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ അഫിലിയേറ്റ് ലിങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ ആമസോണിലേക്ക് സ്ഥിരമായിട്ട് ലിങ്കുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ സെർച്ച് എഞ്ചിൻ ഇതൊരു അബ്നോർമൽ ആക്ടിവിറ്റി ആയിട്ട് തോന്നാം. കാരണം നമ്മുടെ ഒരു പേജിൽ നിന്ന് ഒരുപാട് ലിങ്കുകൾ ഒരു വെബ്സൈറ്റിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഗൂഗിളിനോട് നമ്മൾ പറയുകയാണ് ഇങ്ങനെ ലിങ്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു അഫിലിയേറ്റ് ലിങ്കാണ്, ഞങ്ങളുടെ വെബ്സൈറ്റിൽ അഫിലിയേറ്റ് പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഗൂഗിളിനത് മനസ്സിലാവും. ആ അബ്നോർമാലിറ്റി മാറും. എന്ന് വെച്ചാൽ ഇതൊരു നാച്ചുറൽ, കാരണം എന്ന് വെച്ചാൽ ആ ഒരു ആവശ്യത്തിന് പർട്ടിക്കുലർ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ചില പിന്നെ മീഡിയയിലൊക്കെ നമ്മൾ പോയിട്ട് ഈ പറഞ്ഞ പോലെ അവരോട് പറയും പിന്നെ ഒരു പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ വേണം, അതിനകത്തേക്ക് ലിങ്ക് തരാമോ എന്നൊക്കെ ചോദിക്കുന്നു. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫീച്ചറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്
അവർ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഒരു ലിങ്ക് തരും. അപ്പോൾ പല ആളുകളും ഈ ലിങ്ക് കൊടുത്തത് ഞങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഒരു പെയ്ഡായിട്ട് പിന്നെ പബ്ലിഷ് ചെയ്ത സമയത്ത് ഞങ്ങൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അവർ സ്പോൺസേർഡ് എന്നുണ്ട് ആ ലിങ്കിൻ്റെ കൂടെ ഒരു ആട്രിബ്യൂട്ട് കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക സ്പോൺസേർഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പിന്നെ കൈൻഡ് ഓഫ് ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ UGC പല ഫോറങ്ങളും അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഒരു യൂസർക്ക്, ഒരു വെബ്സൈറ്റിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ റൈറ്റേഴ്സിന്, സാധാരണ ആർക്കും ഒരു സ്ഥലത്ത് ലോഗിൻ ചെയ്തിട്ട് അവർക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചില ബാക്ക് ലിങ്കുകളുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടന്റ് എഴുതിയിട്ട് അവിടുന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത്തരത്തിൽ യൂസറിന് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്ന ബാക്ക് ലിങ്കുകളെ യൂസർ ജനറേറ്റഡ് ബാക്ക് ലിങ്കുകളെന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കണ്ടന്റിൽ നിന്ന് കിട്ടുന്ന ബാക്ക് ലിങ്കുകൾ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ പറഞ്ഞ ഫോറം ബാക്ക് ലിങ്കുകൾക്കൊക്കെ വലിയ പ്രസക്തി ഇല്ലാതായി പോയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ബാക്ക് ലിങ്കുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇതിൽ പകുതിയിലധികവും ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലും ഹെൽപ്പ് ചെയ്യാറില്ല. പക്ഷേ എന്നാലും ഏജൻസികളിലൊക്കെ ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്ര ഫോറം ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തു, ഇത്ര ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ സബ്മിഷൻ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തു, ഇത്ര ബ്ലോഗുകൾ കമൻറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ വേറെ രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഒരു സ്പാം ആക്ടിവിറ്റി ആയിട്ട് ഇത്രയധികം നമ്മളിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവാറില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാസ്തവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറേയധികം ബാക്ക് ലിങ്കുകൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ SEO ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ശരിക്കും ഈ ബാക്ക് ലിങ്കുകളുടെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? നമ്മുടെ ഒരു SEO റാങ്കിങ്ങിനകത്ത് എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസക്തി എന്ന് പറയുന്നത്? ബാക്ക് ലിങ്കുകൾക്ക് യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റിലുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത് പിന്നെ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. യഥാർത്ഥത്തിൽ അത് ഈ പറഞ്ഞ പോലെ മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പേജ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് സെർച്ച് എഞ്ചിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ അവരുടെ ഡിസ്കവറി ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ പേജുകൾ ഡിസ്കവറി ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പല ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ബാക്ക് ലിങ്കുകൾ വരുന്ന സമയത്ത് ഈ ഒരു പേജ് ഇവിടെ ഉണ്ട്, അപ്പോൾ ഈ പേജിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഇപ്പോൾ SEO കോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ബാക്ക് ലിങ്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിന് മനസ്സിലാവും ഇവിടെ SEO കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പേജ് ഇവിടെ ഉണ്ട് എന്നാണ് അത് പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷിച്ചിട്ടാണ് വരിക. അപ്പോൾ അതിന് അവിടെ വെച്ച് തന്നെ മനസ്സിലാവും ഇത് SEO കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പേജാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ ഈ പേജ് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ റാങ്കിങ്ങിൻ്റെ തന്നെയാണ്. അതായത് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റെലവൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഗൂഗിൾ ഈ പറഞ്ഞ പോലെ ഒഫീഷ്യലി പറയുന്നുണ്ട്. ഗൂഗിളിൻ്റെ നിങ്ങൾക്ക് അറിയാം, ജോൺ മുള്ളർ പലപ്പോഴും പറയും ഞങ്ങൾ ബാക്ക് ലിങ്ക് നോക്കാറില്ല, ബാക്ക് ലിങ്കുകൾ ഞങ്ങൾക്ക് പ്രാധാന്യമല്ല എന്നൊക്കെ പുള്ളി പറയുമെങ്കിലും പുള്ളി തന്നെ ചില സമയത്ത് വീണ്ടും പറയാറുണ്ട് ഞങ്ങൾ ചില സമയത്ത് ബാക്ക് ലിങ്കുകൾ നോക്കും എന്നൊക്കെ പറയും. പുള്ളി ഈ പറഞ്ഞ പോലെ പലപ്പോഴും നിങ്ങൾ ഈ പുള്ളിയുടെ ഈ എന്താ പറയുക സ്പീച്ചുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലെക്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പലപ്പോഴും ഒരു ഡബിൾ സ്റ്റാൻഡിലൊക്കെയാണ് സംസാരിക്കുക. അതെന്താ വെച്ചാൽ അവരുടെ ഇൻറ്റേർണൽ കാര്യമായിരിക്കും, അത് പുറത്ത് പറയുന്നതിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഗൂഗിൾ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ടെക്സ്റ്റിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വെബ് പേജുകളുടെ റെലവൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ബാക്ക് ലിങ്കുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അത് നമുക്കും അറിയാം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേജ് ഒരു പിന്നെ എന്താ പറയുക ഒരു ടോപ്പിക്കിന് എത്രത്തോളം റെലവൻ്റ് ആണ് എന്ന് അതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പല പാരാമീറ്റേഴ്സിന് ഉപയോഗിക്കണം. അതിൽ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് മാത്രം നോക്കിയിട്ട് അതിനൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10 പേജ് ഉണ്ടെന്ന് ഇരിക്കാം, ഒരു 10 പേജ് ഉണ്ട്, 10 പേജുകൾ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ essay ഒക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ടീച്ചർ പിന്നെ എന്താ പറയുക 10 പേരെ എഴുതിയിരിക്കുന്ന essay വായിച്ചിട്ട് ഇതിൽ ഏറ്റവും നല്ലൊരു essay ഏതാണ് എന്ന് പറയാനായിട്ട് ടീച്ചർക്ക് പറ്റും. കാരണം ഇതൊരു മനുഷ്യനാണ്, മനുഷ്യന് അതിൻ്റെതായ ബുദ്ധിയുണ്ട്, ആ രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം ഈ 10 പേജുകൾ ഒരു മനുഷ്യൻ വായിക്കുന്ന പോലെ വായിച്ചിട്ട് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കാനായിട്ട് പറ്റില്ല. അതിന് പല കാര്യങ്ങൾ നോക്കും. ഈ പറഞ്ഞ പോലെ എൻറ്റിറ്റീസിൻ്റെ ഒരു പ്രസൻസ് നോക്കും, ടോപ്പിക്കൽ കവറേജ് നോക്കും. ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പോലും ഇതിൻ്റെ ഒരു റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ലിങ്ക് വഴി പിന്നെ നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആങ്കർ ടെക്സ്റ്റുകൾ അത് പല സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് നാച്ചുറലി വന്നിട്ടുള്ളത് എന്ന് നോക്കും. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആങ്കർ ടെക്സ്റ്റ് എന്താണ് സൂചിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച്.
അപ്പോൾ SEO കോഴ്സിനെ കുറിച്ചിട്ട് കേരളത്തിലുള്ള ഒരു SEO കോഴ്സിനെ കുറിച്ച് ആണോ പറയുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ SEO കോഴ്സിന് ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഒരു ലിങ്ക് വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ളതല്ല എന്നതിന് പിന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ സൈൻ ബോർഡുകളില്ലേ, നമ്മളിപ്പോൾ യാത്ര പോകുന്നു ഇങ്ങനെ, ഇപ്പോൾ ഹൈവേയിലെ കൂടി ഇങ്ങനെ യാത്ര പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ തൃശ്ശൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലത്തോട്ട് ഇത്ര ദൂരം പോയി കഴിഞ്ഞാൽ ഗുരുവായൂരെത്തും എന്ന് നമുക്കൊരു സൈൻ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, ഈ സൈൻ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ പറഞ്ഞ പോലെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ പോയാൽ നമ്മൾ എത്താൻ പോകുന്നത് ഗുരുവായൂരാണ്. ഇതുപോലെ തന്നെയാണ് ഈ ലിങ്കുകളിലെ ആങ്കർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു തരത്തിലുള്ള സൈൻ ബോർഡുകളാണ്. അതൊരു ഇൻഫർമേഷൻ സെൻഡ് ഗൂഗിളിന് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തായിരിക്കും നമ്മൾ എത്തുക എന്നുള്ളൊരു അവയർനെസ്, ഒരു എസ്റ്റിമേറ്റ് ഓഫ് നോളജ് എന്ന് പറയും. അത് ഗൂഗിളിന് കൊടുക്കുന്നുണ്ട്. അതിനാണ് ഇൻഫർമേഷൻ സെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് വരാതെ തന്നെ ഒരു യൂസർക്കും ആ ഇൻഫർമേഷൻ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണെന്നുള്ളത്. അപ്പോൾ ബാക്ക് ലിങ്കുകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആങ്കർ ടെക്സ്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. അത് ഇൻറ്റേർണൽ ലിങ്ക് ചെയ്യുന്ന സമയത്തായാലും അതെ, നമ്മൾ എക്സ്റ്റേണലി പുറത്തേക്കൊരു ലിങ്ക് ചെയ്യുമ്പോഴായാലും അതെ, നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മളൊരു ബാക്ക് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തായാലും നമ്മൾ ഇത്തരത്തിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആങ്കർ ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു അതോറിറ്റിയൊക്കെ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റെലവൻസ് നോക്കാനാണെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ അതോറിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഈ ബാക്ക് ലിങ്കുകളെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ബാക്ക് ലിങ്കുകളുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു SEOയിൽ ഉള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ബാക്ക് ലിങ്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മളൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ പല ആളുകളുടെ ഒരു സംശയമാണ്, നമുക്ക് ഡേ 1 തൊട്ട് നമുക്ക് ബാക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്? അത് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, ഈ എപ്പോഴാണ് ബാക്ക് ലിങ്കുകൾ ചെയ്തു തുടങ്ങേണ്ടത് എന്നുള്ളത്. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡൊമൈൻ എടുത്തു, പർച്ചേസ് ചെയ്തു. പുതിയ വെബ്സൈറ്റുകളുടെ കാര്യത്തിലാട്ടോ, ഡൊമൈൻ പർച്ചേസ് ചെയ്തു, നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഡേ 1 തൊട്ട് തന്നെ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. ഇവിടെ നമ്മൾ വെബ്സൈറ്റുകളെ കാണേണ്ടത് നമ്മുടെ കുട്ടികളെ പോലെയാണ്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് ആളുകളുമായിട്ടേ പരിചയം ഉണ്ടാവും. വളരെ കുറച്ച് ആളുകളായിട്ട്, നമ്മുടെ ഈ സൊസൈറ്റിയിൽ വളരെ കുറച്ച് ആളുകളായിട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് ലിങ്കുകളെയും വെബ്സൈറ്റുകളെയും കാണണം. ഒരു വെബ്സൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ വളരെ പോപ്പുലർ അല്ലാത്തൊരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കാം. ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് വരുന്നൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അധികം പേരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടിയാണ് ജനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേരും ഫാമിലി, ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള ആളുകൾ മാത്രമേ ഇതൊക്കെ അറിയൂ. അതല്ല, നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു സിനിമ സ്റ്റാർ, ഈ പറഞ്ഞ പോലെ ദുൽഖർ സൽമാൻ ഒരു കുട്ടി ജനിച്ചു, ഐശ്വര്യ റായിക്ക് ഒരു കുട്ടി ജനിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അത് വലിയ വാർത്തയാവാറുണ്ട്. അപ്പോൾ അത് ലോകം മുഴുവൻ അറിയപ്പെടും. അത് ആ രീതിയിലുള്ളൊരു കാര്യമല്ല. നമ്മളിവിടെ നമ്മുടെ ഒരു സാധാരണ ഒരു കുട്ടി ജനിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ കുട്ടി ഒരു ഫാമിലി സർക്കിളിലൊക്കെ അറിയപ്പെടും. അപ്പോൾ ഈ കുട്ടി വളരുന്ന ഒരു രീതിയുണ്ട്. ഇത് ആദ്യം പറഞ്ഞ പോലെ ഈ മെല്ലെ മെല്ലെ ചുറ്റുമുള്ള ആളുകളൊക്കെ പരിചയപ്പെട്ട് ഇത് പിന്നെ കിൻഡർ ഗാർഡനിലേക്കും അല്ലെങ്കിൽ പ്രീ സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന ടൈമുണ്ട്. ഈ സമയത്താണ് കൂടുതൽ കണക്ഷനിലേക്ക് പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റിൻ്റെയും കാര്യം. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ആളുകളിലേക്ക് എത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പല ആളുകളും ഇതിനോട് ഇൻട്രാക്ട് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് റെഫറൻസുകൾ നാച്ചുറലി കിട്ടി തുടങ്ങുക. അതായത് നമ്മുടെ കണ്ടൻറ്റുകൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണല്ലോ, അതിനകത്തേക്ക് ട്രാഫിക് വരുമ്പോഴായിരിക്കും പൊതുവെ ഈ പറഞ്ഞ പോലെ ആളുകൾ ഇത് വായിക്കപ്പെടുന്നുണ്ട് എന്ന് ഗൂഗിളിന് മനസ്സിലാകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ പറഞ്ഞ എന്താ പറയുക, ഒരു കുട്ടി ജനിച്ചു ഉടനെ തന്നെ അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ ആശംസയായിട്ട് വരുന്നു. വളരെ അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. സാധാരണ ഒരു നാട്ടിൻ പുറത്തൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും എനിക്ക് കുറേ പൈസയുണ്ട്, അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്താ പറയുക, ഇത് മൊത്തം പബ്ലിസിറ്റി കൊടുത്തേക്കാം, എനിക്കൊരു കുട്ടി ജനിച്ച കാര്യം എല്ലാവരും അറിയട്ടെ, ഈ ലോകം മൊത്തം. അത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു പൊങ്ങച്ചായിട്ടും ഈ പറഞ്ഞൊരു ആർഭാടായിട്ടും അതുപോലെ തന്നെ അതൊരു വളരെ അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടും ഒക്കെ നമുക്ക് തോന്നില്ല. ഒരു അബ്സേർഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. ശരി, കുറഞ്ഞൊരു മണ്ടത്തരമായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെയാണ് വെബ്സൈറ്റിൻ്റെ കാര്യത്തിലും. തുടക്കത്തിൽ തന്നെ ഒരുപാട് പബ്ലിസിറ്റിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് ഈ പറഞ്ഞ പോലെ അതിനകത്ത് കണ്ടന്റുകളൊന്നും ആരും വായിക്കാൻ പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ആ രീതിയിലേക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ സമയത്തല്ല നമ്മൾ യഥാർത്ഥത്തിൽ ബാക്ക് ലിങ്കുകൾ ബിൽഡ് ചെയ്ത് തുടങ്ങേണ്ടത്. പക്ഷേ ഈ സമയത്തും നമുക്ക് ബാക്ക് ലിങ്കുകൾ ബിൽഡ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷണൽ ബാക്ക് ലിങ്കുകൾ, ഈ പ്രൊഫൈൽ ബാക്ക് ലിങ്കുകൾ, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് നാച്ചുറലി ചെയ്തു പോകാം. നമ്മളിപ്പോൾ കുട്ടി ജനിച്ച് ഈ പറഞ്ഞ പോലെ കിൻഡർ ഗാർഡനിലൊക്കെ പോയി തുടങ്ങുന്നു, ചെറിയ ചെറിയ പരിചയങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഉള്ള അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ബാക്ക് ലിങ്കുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബിസിനസ്സുകൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ഡയറക്ടറികളിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അവിടെയൊന്നും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ടൻറ്റ് ആളുകൾ വായിച്ചിട്ടല്ല നമുക്കിലേക്ക് റെഫറൻസ് വരുന്നത്. നമ്മുടെ പിന്നെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യും, പലതരത്തിലുള്ള അക്കൗണ്ടുകളായിട്ട് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിങ്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്തു പോകാം, ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നീട് നമ്മുടെ കണ്ടൻറ്റ് നാച്ചുറലി ആളുകളിലേക്ക് എത്താൻ തുടങ്ങുന്ന ഒരു സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് ലിങ്കുകൾ കിട്ടിത്തുടങ്ങേണ്ടത്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് കിട്ടിത്തുടങ്ങുക, അതായത് നമ്മൾ അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ നാച്ചുറലി നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മുടെ ഒരു ചെറിയ വെബ്സൈറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം നമ്മൾ കണ്ടന്റിലൊന്നും വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, യുണീക്കായിട്ടുള്ള കണ്ടന്റ് ഒന്നും അല്ല എങ്കിൽ ആരും നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യാൻ പോകുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയിട്ട് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ എന്തായാലും എടുക്കണം. നമ്മുടെ കണ്ടന്റ് അത്യാവശ്യം കുറച്ച് ആളുകളിലേക്ക് എത്താനുള്ളൊരു സമയം നമ്മളൊന്ന് ഇത് ചെയ്യാം. പിന്നെ ഗൂഗിൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഗൂഗിളിൻ്റെ ഒരു സാൻഡ് ബോക്സ് പീരീഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ പറയാറുണ്ട്, ഉണ്ടെന്ന് ഗൂഗിൾ പറയുന്നുണ്ട്, ചില സമയത്ത് ഇല്ല എന്നും പറയുന്നുണ്ട്. ഗൂഗിൾ ഒരിക്കലും അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ട് യാതൊരു എന്താ പറയുക ഒരു ഫൈനൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. പലപ്പോഴും അത് ഇല്ല എന്ന് തന്നെയാണ് അവരുടെ സ്പോക്സ് പേഴ്സൺസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സാൻഡ് ബോക്സ് പീരീഡ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ ഒരു പ്രൊബേഷൻ പീരീഡ് പോലൊരു സംഭവം വെബ്സൈറ്റുകൾക്കുണ്ട്. അതായത് ഒരു വെബ്സൈറ്റ് ജനിച്ചു കഴിഞ്ഞാൽ അതിനൊരു ട്രസ്റ്റ് കിട്ടുന്നത് വരെ, ഒരു പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ട്രസ്റ്റ് കിട്ടുന്നത് വരെ അത് പലപ്പോഴും പല എന്താ പറയുക ക്വയറികൾക്കും അത് റാങ്ക് ചെയ്ത് കാണിക്കാൻ മടിക്കും. കാരണം അത് ആ വെബ്സൈറ്റിൻ്റെ ട്രസ്റ്റ്, ആ വെബ്സൈറ്റ് എങ്ങോട്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നത്, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റി, അപ്പോൾ ഈ രീതിയിൽ പല അതോറിറ്റി അതുപോലെ തന്നെ ട്രസ്റ്റ് ഇതൊക്കെ പിന്നെ വൺസ് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ആ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് ഗൂഗിൾ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിതിൻ്റെ റാങ്കിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബാക്ക് ലിങ്കുകൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ആ സമയത്ത് ഇതിന് അബ്നോർമൽ ആക്ടിവിറ്റി ആയിട്ടാണ് ഗൂഗിൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ടന്റിലാണ് നമ്മൾ ആ സമയത്തൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു അതോറിറ്റി, ടോപ്പിക്കൽ അതോറിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും. ചിലപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് നാച്ചുറലി ബാക്ക് ലിങ്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്ലസ് പോയിന്റുമാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴാണ് ബാക്ക് ലിങ്കുകൾ ബിൽഡ് ചെയ്ത് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ടന്റ് ആളുകളിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സമയത്താണ് നമ്മൾ ബാക്ക് ലിങ്കുകൾ ബിൽഡ് ചെയ്ത് തുടങ്ങേണ്ടത്. നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, നമുക്ക് ക്ലിക്കുകൾ വന്നു തുടങ്ങുന്ന സമയത്ത്, ഈ സമയത്താണ് നമ്മൾ ബാക്ക് ലിങ്കുകൾ യഥാർത്ഥത്തിൽ ബിൽഡ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നല്ല ബാക്ക് ലിങ്കുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? പല ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു, പല ആളുകളും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു ബാക്ക് ലിങ്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത്. ഈ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് ഈ പറഞ്ഞ പോലെ ചില ടൂളുകൾ നമുക്ക് ആശ്രയിക്കുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി നമ്മളെപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബ്രാൻഡ് നെയിം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ബ്രാൻഡ് നെയിം മാത്രം സെർച്ച് ചെയ്യുക, അപ്പോൾ നമുക്ക് അവരെവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്കും ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കാം. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറക്ടറി സബ്മിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയറക്ടറി പോലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക മറ്റ് ലിസ്റ്റിംഗ് സൈറ്റുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അത് മാത്രമല്ല കേട്ടോ, ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മളിലേക്ക് ഈ പറഞ്ഞ പോലെ ലിങ്കുകൾ വരുന്നുണ്ടെന്ന് ചിലപ്പോൾ ഇതുവഴി നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മളെ പറ്റിയിട്ട് ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഏകദേശമൊക്കെ ഒരു ചെറിയൊരു ധാരണ ഇവിടുന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ടൂളുകളുണ്ട്, Ahrefs ബാക്ക് ലിങ്ക് ചെക്കർ, SEM റഷ്, ഊബർ സജസ്റ്റ്, ഇങ്ങനെയുള്ള ടൂളുകളുണ്ട്. ഇതിലൊരു പരിധി വരെ ഫ്രീ ആണ്. ഊബർ സജസ്റ്റിൻ്റെയൊക്കെ ബാക്ക് ലിങ്ക് ചെക്കറുണ്ട്, പിന്നെ മോസിൻ്റെ ഉണ്ട്, ഇങ്ങനെ പല ബാക്ക് ലിങ്ക് ചെക്കറുണ്ട്, മജസ്റ്റിക് ഉണ്ട്. ഇതിലൊക്കെ പോയിട്ട് നമുക്ക് ഈ URL ജസ്റ്റ് നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ പിന്നെ URL ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പിന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബാക്ക് ലിങ്കുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കുക. എന്നിട്ട് പല ആളുകളും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ ബാക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യും. അവിടെ നമുക്ക് പറ്റുന്ന ബാക്ക് ലിങ്കുകളാണോ എന്നുകൂടെ നോക്കണം. ഇപ്പോൾ നമ്മുടെ അതേ നിഷിലുള്ള ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പേഴ്സണലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു പ്ലാറ്റ്ഫോമിൽ ചോദിച്ചിട്ട് അവിടെ ഒരു ലിങ്ക് ഞങ്ങളുടെ ഈ പിന്നെ ഇന്ന പേജിനാണ് അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഡക്റ്റിനാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു നാച്ചുറലായിട്ട് ചോദിച്ചൊരു ചോദ്യമായിരിക്കാം. അവിടെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു ലിങ്ക് ഈ പറഞ്ഞ പോലെ പേസ്റ്റ് ചെയ്യാൻ ഇൻസേർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും. അതായത് എല്ലാവരും പോകുന്ന കണ്ടിട്ട് അതിൻ്റെ വഴിയേ പോവുക, എന്നിട്ട് പോയിട്ട് ഈ പറഞ്ഞ പോലെ വല്ല കുഴിയിലും പോകുന്ന രീതിയിലേക്കുള്ളൊരു പരിപാടി. അപ്പോൾ ആ പരിപാടി നമ്മൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾ ഈ ലിങ്കുകൾ അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ നല്ല ബാക്ക് ലിങ്കുകൾ എത്രയുണ്ട് എന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള ബാക്ക് ലിങ്കുകൾ മാത്രം നോക്കിയാൽ മതി. നഷ്ടപ്പെട്ടത് നോക്കണമെന്നില്ല, ആക്റ്റീവായിട്ടുള്ള ബാക്ക് ലിങ്കുകൾ നോക്കാം. അതുപോലെ തന്നെ ആ ബാക്ക് ലിങ്കുകളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നല്ല വെബ്സൈറ്റുകളിൽ നിന്നാണോ എന്നുള്ളത്. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മളിതിനെ അനലൈസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് നമ്മൾ പോവാം. അങ്ങനെ നമുക്കൊരു ബാക്ക് ലിങ്കുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോ വെബ്സൈറ്റുകൾക്ക് ഈ ലിസ്റ്റ് ഈ പറഞ്ഞ പോലെ പിന്നെ വേറെ ആയിരിക്കും കേട്ടോ. ഈ ലിസ്റ്റ് എല്ലാ വെബ്സൈറ്റുകൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നല്ല ബാക്ക് ലിങ്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. മറ്റൊന്ന്, നമുക്ക് ബാക്ക് ലിങ്കുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള പല കമ്മ്യൂണിറ്റികളുടെയും ഭാഗമാവണം നമ്മൾ, കമ്മ്യൂണിറ്റികളുടെ പാർട്ടായി മാറുക. അതായത് ഈ ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്, ഡിസ്കഷൻ ഉണ്ട്. ഈ ഡിസ്കഷനുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഇത് തന്നെ. അതായത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ആർട്ടിക്കിൾ സബ്മിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് പോസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും നമ്മുടെ ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ളൊരു വെബ്സൈറ്റാണ് നമ്മുടെ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ട്രാവൽ പ്ലസ് റൈറ്റ് ഫോർ അസ് എന്ന് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ ട്രാവൽ ഗസ്റ്റ് പോസ്റ്റ് സൈറ്റ് എന്നൊക്കെ ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ട്രാവൽ ആർട്ടിക്കിൾ സബ്മിഷൻ വെബ്സൈറ്റ്, ട്രാവൽ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ എന്താ പറയുക ഗസ്റ്റ് പോസ്റ്റ്, ഈ രീതിയിലേക്ക് നമ്മളതിനെ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് മെയിനായിട്ട് നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ട്രാവൽ പ്ലസ് റൈറ്റ് ഫോർ അസ്, അല്ലെങ്കിൽ എന്താ പറയുക ട്രാവൽ ഗസ്റ്റ് പോസ്റ്റ് റൈറ്റ് ഫോർ അസ് പ്ലസ് ട്രാവൽ, ഈ രീതിയിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റുകളുടെ ഇത് കിട്ടും. ഇപ്പോൾ ഇവിടെ എല്ലാവരും ട്രാവൽ എന്നല്ല കേട്ടോ സെർച്ച് ചെയ്യേണ്ടത്. ഇത് കേൾക്കുന്ന എല്ലാവരും ഇനി നാളെ ട്രാവൽ എന്നല്ല സെർച്ച് ചെയ്യേണ്ടത്. നിങ്ങളുടെ നീഷ് ഏതാണോ, നിങ്ങൾ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ, ആ രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ വെബ്സൈറ്റുകളെല്ലാം കൊണ്ടുപോയിട്ട് അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അവരുടെ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാനുള്ള പിന്നെ പോളിസീസ് എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ നിയമങ്ങൾ നിബന്ധനകളൊക്കെ അവർ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കുക. അത് വായിച്ചതിന് ശേഷം ആ രീതിയിലുള്ള നല്ല കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവരെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സബ്മിഷൻ വെബ്സൈറ്റുകളുണ്ട്. അതിനകത്തും അവർ പറഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെ രീതിയിൽ ഇവർക്ക് ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ചില പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ബാക്ക് ലിങ്കുകൾ ഈ പറഞ്ഞ പോലെ തരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് പോസ്റ്റുകളൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേയധികം പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ AdSai.com, അതുപോലെ തന്നെ സെർപ്സില്ല, പിന്നെ iCopify, ഇങ്ങനെയൊക്കെയുള്ള ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സെറ്റ് ഓഫ് പിന്നെ വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബാക്ക് ലിങ്കുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, ജേർണലിസ്റ്റുകളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ജേർണലിസ്റ്റുകളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സോഴ്സുകൾ അന്വേഷിച്ച് നടക്കും. അപ്പോൾ ജേർണലിസ്റ്റുകളെ നമുക്ക് എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, നമുക്ക് എക്സിൽ നമുക്ക് ജേർണലിസ്റ്റുകളെ ഫോളോ ചെയ്യാം. പഴയ ട്വിറ്റർ, അതിനകത്ത് ജേർണലിസ്റ്റുകളെ ഈ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഷിലുള്ള ജേർണലിസ്റ്റുകൾ, ഇപ്പോൾ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൈറ്റേഴ്സിനെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർ റിക്വയർമെൻറ്റ് പറയും, പലതരത്തിലുള്ള സോഴ്സുകൾ അവർ അന്വേഷിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് അവർക്ക് നമ്മൾ എന്തെങ്കിലും പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ലിങ്കുകളൊക്കെ തരും. അപ്പോൾ ഈ രീതിയിലുള്ള പിന്നെ പല രീതിയിൽ നമുക്ക് ബാക്ക് ലിങ്കുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ബാക്ക് ലിങ്കുകളുടെ ലിസ്റ്റ് തരുമോ, അല്ലെങ്കിൽ എനിക്ക് ആ ബാക്ക് ലിങ്കുകൾ ചെയ്തിരിക്കുന്ന അതിൻ്റെ എന്താ പറയുക ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ, നിങ്ങൾ എനിക്ക് കുറച്ച് ബാക്ക് ലിങ്ക് തരാമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വഴിയല്ല. പല ആളുകളും പല കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി ചോദിക്കുന്നത് കാണാം. അപ്പോൾ ഇതല്ല യഥാർത്ഥത്തിലുള്ള വഴി. പിന്നെ അത് മാത്രമല്ല, പല കമ്മ്യൂണിറ്റികളിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 10,000 ബാക്ക് ലിങ്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൽ തന്നെ കാണാൻ പറ്റും 1 lakh ബാക്ക് ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് സെല് ചെയ്യാൻ പറ്റുന്നത്. ഇതൊന്നും ഒരിക്കലും വാങ്ങുകയല്ല വേണ്ടത്. ഇതൊക്കെ വളരെ എന്താ പറയുക ലോ ക്വാളിറ്റി, വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ബാക്ക് ലിങ്കുകളായിരിക്കും ഈ പറഞ്ഞ പോലെ 1,00,000 ബാക്ക് ലിങ്ക്, 10,000 ബാക്ക് ലിങ്ക്, 50,000 ബാക്ക് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത്. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൻ്റെ റാങ്ക് അതേപോലെ താഴോട്ട് പോകും. വേറെ ഒന്നും അവിടെ സംഭവിക്കില്ല. ചിലപ്പോൾ ചില സമയത്ത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആദ്യം കണ്ടേക്കാം, പിന്നീട് എല്ലാ പിന്നെ ഈ പറഞ്ഞ ഒരുമിച്ച് വരുന്ന എല്ലാ തരത്തിലുള്ള ബാക്ക് ലിങ്കുകളെയും ഗൂഗിൾ തന്നെ ഡീഇൻഡെക്സ് ചെയ്യുകയും ഡീവാല്യൂ ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിൽ പോലും ഒരു പക്ഷേ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള മാൽ പ്രാക്ടീസിന് ആദ്യം പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ടൻറ്റ് ഒരു പവർ കൊണ്ട് കുറച്ചെങ്കിലും റാങ്ക് ചെയ്ത് അവിടെ നിൽക്കും. പക്ഷേ ഈ ബാക്ക് ലിങ്കുകളിൽ ഇത്തരം മാൽ പ്രാക്ടീസ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല.
അപ്പോൾ ഇവിടെ നല്ല ബാക്ക് ലിങ്കുകൾ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിലേക്കാണ് നമുക്ക് ബാക്ക് ലിങ്കുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ലിങ്കുകൾ കണ്ടുപിടിക്കുന്ന ഒരു രീതി, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബാക്ക് ലിങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം? ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ബാക്ക് ലിങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളാരും ഒന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് പല ആളുകളും ഈ പറഞ്ഞ പോലെ ഔട്ട്റീച്ച് ചെയ്തിട്ട് ബാക്ക് ലിങ്കുകൾ കിട്ടാനായിട്ട് പോകും. ഈ ഔട്ട്റീച്ച് ചെയ്ത് ബാക്ക് ലിങ്ക് കിട്ടുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ഇല്ല എങ്കിൽ, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ പോലും ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരും. അപ്പോൾ നമ്മളുടെ ഒരു ഹോം പേജ്, ഇപ്പോൾ പല ആളുകൾ ഹോം പേജിലൊക്കെ കീവേഡ് സ്റ്റഫ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും ഔട്ട്റീച്ച് ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം നമ്മളുടെ ഹോം പേജാണ് നോക്കുക. അപ്പോൾ പ്യുവർലി ഒരു മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു സർവീസിനെ അവർ എൻഡോഴ്സ് ചെയ്യാനായിട്ട് മടിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഹോം പേജ് എപ്പോഴും നമ്മുടെ ഒരു ബ്രാൻഡഡ് വെബ്സൈറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരു ബ്രാൻഡഡ് പേജായിട്ട്. നമുക്ക് കീവേഡ്സ് റാങ്ക് ചെയ്യാനായിട്ട് ഇന്നർ പേജുകളൊക്കെ ഉണ്ട്, അതൊക്കെ ധാരാളമാണ്. നമുക്ക് ആ രീതിയിൽ കണ്ടന്റ് ഹബ്ബുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സർവീസ് പേജുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് റാങ്ക് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഔട്ട്റീച്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, നമ്മുടെ വെബ്സൈറ്റ് നല്ലതല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളിലേക്ക് ഒരു റെഫറൻസ് വരാനായിട്ട് പോകുന്നില്ല. നമ്മളും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ ഒരു സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ റെഫർ ചെയ്യാനായിട്ട് നിൽക്കുമോ? ഇല്ല. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ വെബ്സൈറ്റ് ലുക്ക് ആൻഡ് ഫീലിലും നമ്മുടെ കണ്ടൻറ്റിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു അത്യാവശ്യം ഒരു പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ട്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ട് തോന്നണം. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ബാക്ക് ലിങ്കുകളും ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തു നിന്നും ബാക്ക് ലിങ്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. ഇപ്പം നമ്മളെ ഒരാൾ റെഫർ ചെയ്യുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വാല്യൂ കിട്ടും. ഇപ്പോൾ നമ്മളെപ്പറ്റി അറിയാത്ത ഒരാൾ എവിടെയോ നിന്നിട്ട് ഇയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ഇപ്പോൾ കേരളത്തിലുള്ള ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ എന്നെപ്പറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പറ്റി പറയുന്നു, ഇയാൾ നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു വാല്യൂ ഉണ്ടാവും. പക്ഷേ ഏതോ ഒരു നാട്ടിലെ ഒരാൾ വെറുതെ പറയുകയാണ് ഇയാളൊരു നല്ല മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അയാൾ വെറുതെ പറഞ്ഞായിരിക്കാമെന്ന് വിചാരിക്കും. എന്നുപോലെയാണ് ഈ ബാക്ക് ലിങ്കിൻ്റെ കാര്യം. അതാത് ഇൻഡസ്ട്രിയിലുള്ള സൈറ്റുകളിൽ നിന്ന് വേണം നമുക്ക് ബാക്ക് ലിങ്കുകൾ കിട്ടാനായിട്ട്. ഇപ്പോൾ ഞാനൊരു ഹെൽത്ത് വെബ്സൈറ്റാണ് നടത്തുന്നതെങ്കിൽ എനിക്ക് ഹെൽത്ത് വെബ്സൈറ്റുകളിൽ നിന്ന് കൂടുതൽ റെഫറൻസ് വരുമ്പോൾ അത് നാച്ചുറലായിട്ട് തോന്നും. മറ്റത് ഒരു ഓട്ടോമൊബൈൽ വെബ്സൈറ്റിൽ നിന്ന് എൻ്റെ ഒരു ഹെൽത്ത് വെബ്സൈറ്റിലേക്ക് ഒരു ബാക്ക് ലിങ്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല. ഒരു ഓട്ടോമൊബൈലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ഹെൽത്ത് വെബ്സൈറ്റിനകത്തേക്ക് ലിങ്ക് വരേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെബ്സൈറ്റുകൾ നമ്മൾ ഈ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്താട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ക്വാളിറ്റി നമ്മൾ നോക്കണം. നമ്മുടെ ക്വാളിറ്റിയാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അത്തരം വെബ്സൈറ്റുകളുടെ ക്വാളിറ്റി നോക്കണം. ആ വെബ്സൈറ്റുകൾ സസ്പീഷ്യസ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനകത്തുനിന്നൊരു ബാക്ക് ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്യരുത്. കാരണം ആ വെബ്സൈറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള സ്പാം ആക്ടിവിറ്റിക്ക് ഗൂഗിൾ കൊടുക്കുന്ന പെനാൽറ്റിയും നമ്മുടെ വെബ്സൈറ്റിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോണ്ടക്സ്റ്റലി റെലവൻ്റ് ആയിട്ടുള്ള ബാക്ക് ലിങ്കുകൾ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ പല സ്ഥലത്തും സ്പാം ചെയ്യാതിരിക്കുക. നമ്മൾ ഈ കമൻറ്റുകൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ കണ്ടൻറ്റൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു 50 വേർഡ്സ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി വെക്കും. ഒരു ദിവസം ഒരു 100 പ്രൊഫൈൽ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 100 സ്ഥലത്ത് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോകും. ഇതൊരു സ്പാമി ആക്ടിവിറ്റി ആയിട്ട് മാറും. പിന്നെ ചില ആളുകൾ ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ, ഒരു ഇമെയിൽ ഐ ഡി ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാത്രം ജനറേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകൾക്കും ഈ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് മാത്രം ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ചില ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപരനാമം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ തന്നെ ഒരു ഒരു ഇപ്പോൾ മലയാളത്തിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പല ഇംഗ്ലീഷ് നെയിമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അന്റോണിയോ ഗ്രാംഷി എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലുള്ള മെയിലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എപ്പോഴും ജെനുവൻ ആവാൻ ശ്രമിക്കുക. നമ്മളൊരു വെബ്സൈറ്റിൽ പോയിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് അവിടെ നിന്നൊരു ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വെബ്സൈറ്റിലെ ഒരു ഓതറാണ് അവിടെ കമൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ
അതിനൊരു ജെനുവിനിറ്റി ഉണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ കുറേ വാക്കുകളും ഈ പറഞ്ഞ പോലെ കുറേ പേരുകളൊക്കെ ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ബ്ലോക്ക് കമൻറ്റിംഗ് ഒക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത് ബ്ലോക്ക് കമൻറ്റിങ്ങിന് ഈ പറഞ്ഞ പോലെ യാതൊരു വാല്യൂ ഇല്ല. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ട്രാഫിക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ആ കമൻറ്റിനെ സസ്പീഷ്യസ് ആയിട്ട് കണ്ടിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അവർ ചിലപ്പോൾ വന്ന് നോക്കുക പോലും ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇമെയിലിൻ്റെ കാര്യം വരെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമുക്ക് ജെനുവിനായിട്ടുള്ള ഇമെയിൽ ഉപയോഗിക്കാം. അപ്പോൾ ജെനുവിനായിട്ടുള്ള ഇമെയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? പല സ്ഥലത്തും പോയിട്ട് സ്പാം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇമെയിൽ ഒരുപക്ഷെ ബാനായി പോയേക്കാം. പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ബാൻ ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, കള്ളപ്പേരിലും കള്ള ഇമെയിലൊക്കെ ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, അത് നേരത്തെ പറഞ്ഞു, നമ്മൾ സെലക്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ഒരു കാര്യം. പിന്നെ ഈ സ്പാം ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ബ്ലോക്ക് കമൻ്റ് ആയാലും ലിങ്ക് ഇൻസേർട്ട് ചെയ്യുന്നതായാലും ഒരു ദിവസം തന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് പോകുന്നത് യഥാർത്ഥത്തിൽ നല്ല ആക്ടിവിറ്റി അല്ല. അത് നാച്ചുറലി ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു കോണ്ടക്സ്റ്റൽ റെലവൻസ് വേണം. അത് നമുക്കൊരു റിക്വയർമെൻ്റ് ഉള്ള സമയത്താണ് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടൊരു ലിങ്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള റിക്വയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് പോയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഹാഷ് നോഡ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ പല ആവശ്യങ്ങൾക്ക് അവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗിറ്റ് ഹബിൽ നമുക്കൊരു വെബ്സൈറ്റ് ഒരു അക്കൗണ്ട് എടുക്കാം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അക്കൗണ്ടുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജെനുവിനായിട്ടുള്ളൊരു അക്കൗണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ കമ്പനിയുടെ പേരിലേക്ക് എടുക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് അക്കൗണ്ടുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫൈൽ ബാക്ക് ലിങ്ക് കിട്ടും. ആ പ്രൊഫൈൽ ബാക്ക് ലിങ്കുകൾ യഥാർത്ഥത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ സ്പാമി ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നാമത്തിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഈ കള്ള ഇമെയിലൊക്കെ നമ്മൾ ചെയ്യുമ്പം ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഒരു ഗുണം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പല ആളുകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആർട്ടിക്കിൾ സബ്മിഷന് വേണ്ടിയിട്ട് ഒരൊറ്റ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യും. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചില ആളുകൾ ക്വാളിറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യും. ഈ ആർട്ടിക്കിൾ എല്ലാ സൈറ്റിലും കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യും. അതും സ്പാമി ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്പാമി ആക്ടിവിറ്റികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമോ അത്രത്തോളം നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ട്രാഫിക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ബാക്ക് ലിങ്കുകൾ കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ട്രാഫിക് ഇല്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്ന് ബാക്ക് ലിങ്കുകൾ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ പലപ്പോഴും അതിനെ ഡിവാല്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മിനിമം അത്യാവശ്യം കുറച്ച് ഒരു 500 ട്രാഫിക് അല്ലെങ്കിൽ ഒരു 100 ട്രാഫിക്കെങ്കിലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ലിങ്ക് ഫാമുകൾ പോലുള്ള വെബ്സൈറ്റുകളുണ്ട്. അതായത് ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് എന്താ പറയുക, ലിങ്കുകൾ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. അത്തരം വെബ്സൈറ്റുകളിൽ ഒരിക്കലും പോയിട്ട് നമ്മൾ ലിങ്കുകൾ പ്ലേസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പല ആളുകളും പറയുന്ന ഒരു സംഭവമാണ് സ്പാമി ബാക്ക് ലിങ്കുകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്പാമി ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്? സ്പാമി ബാക്ക് ലിങ്കുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ സ്പാമി ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബാക്ക് ലിങ്കുകൾ തന്നെയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ, പല വെബ്സൈറ്റുകളിലും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള മലീഷ്യസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗൂഗിളിനെ റാങ്കിങ്ങിനെ ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിൽ ഈ എന്താ പറയുക, നമുക്ക് ലീഗലല്ലാത്ത തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാസിനോ, ഗാംബ്ലിങ്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റിലുണ്ട്. ഇപ്പോൾ പോൺ വെബ്സൈറ്റുകളുണ്ട്. അതുകൂടാതെ തന്നെ എന്താ പറയുക, ആളുകളുടെ ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കുന്ന തരത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. നേരത്തെ പറഞ്ഞു ലിങ്ക് ഫാമുകളെന്ന് പറഞ്ഞു. അതായത് വെറുതെ ലിങ്കുകൾ മാത്രം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റൊന്നും വലിയ വാല്യൂ ഇല്ലാത്ത ആ രീതിയിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇതിനെയൊക്കെ ഈ പറഞ്ഞ പോലെ സ്പാം സൈറ്റുകളായിട്ടാണ് പലപ്പോഴും കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരം വെബ്സൈറ്റുകളിൽ നിന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരം നല്ല വെബ്സൈറ്റ് തന്നെയാണെന്നിരിക്കാം, അത്തരം നല്ല വെബ്സൈറ്റുകളുടെ തന്നെ ഈ പറഞ്ഞ പോലെ കമൻറ്റ് സെക്ഷൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സ്പാം കമൻറ്റുകളായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ടാവും ഒരുപക്ഷെ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ബാക്ക് ലിങ്കുകളാണ് പൊതുവെ ഈ പറഞ്ഞ പോലെ സ്പാമി ബാക്ക് ലിങ്കുകൾ എന്നൊക്കെ വിളിക്കുന്നത്. ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല ചില വെബ്സൈറ്റുകൾ. അത് ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പാം സ്കോർ കൂടിയ വെബ്സൈറ്റുകൾ, ആ സ്പാം സ്കോർ കൂടിയ വെബ്സൈറ്റുകളിൽ നിന്ന് വരുന്ന ബാക്ക് ലിങ്കുകളെന്നും നമുക്കിതിനെ ടെക്നിക്കലി നമുക്കതിനെ പറയാം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് മറ്റേത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മോശം വെബ്സൈറ്റിൽ നിന്ന് നമുക്കൊരു മെൻഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ടെക്നിക്കലി ചിലപ്പോൾ അത് പ്രശ്നമില്ലെങ്കിൽ പോലും
കാണുന്ന ആളുകളുടെ കണ്ണിൽ അതൊരു വലിയ വിഷയമായിരിക്കും. അപ്പോൾ ഒരു കാസിനോ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ ഒരു ഹെൽത്ത് വെബ്സൈറ്റിലേക്ക് ഒരു റെഫറൻസ് കിട്ടി, ഒരു ഗാംബ്ലിംഗ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടി. പക്ഷേ ഇതിന് വലിയ സ്പാം സ്കോറൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. പ്രത്യക്ഷത്തിൽ ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും അത്തരം വെബ്സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് റെഫറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമൂഹത്തിലെ മോശമായിട്ടുള്ള ആളുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവുമോ? ഇപ്പോൾ സമൂഹത്തിൽ പലതരത്തിൽ കള്ളത്തരങ്ങൾ ചെയ്യുന്നവരും കൊലപാതകങ്ങൾ ചെയ്യുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ജയിലിൽ പോയവരും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എങ്കിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവുമോ സൊസൈറ്റിയിൽ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റിനും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ റെഫറൻസ് കിട്ടുന്നത് നല്ല നല്ല സ്ഥലങ്ങളിൽ നിന്നായിരിക്കണം. അപ്പോൾ ടെക്നിക്കലി നോക്കുന്ന സ്ഥലത്ത് ഈ എന്താ പറയുക, സ്പാം സ്കോർ കൂടിയ വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബാക്ക് ലിങ്കുകൾ, അതിന് നമുക്ക് ഈ സ്പാമി ബാക്ക് ലിങ്കുകളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്തരത്തിൽ സ്പാമി ബാക്ക് ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ് ഗൂഗിൾ കൊണ്ടുവന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഈ നെഗറ്റീവ് എസ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പാമി ബാക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യുക. പണ്ട് ഗൂഗിൾ ഈ തരത്തിലുള്ള സ്പാമി ബാക്ക് ലിങ്കുകൾക്ക് പെനാൽറ്റി കൊടുക്കുമായിരുന്നു, അതിനെ പെനലൈസ് ചെയ്യായിരുന്നു അത്തരം വെബ്സൈറ്റുകളെ. അതായത് നമ്മുടെ വെബ്സൈറ്റിന് ഒരു കുറേ സ്പാമി ബാക്ക് ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന് റീറാങ്ക് ചെയ്യായിരുന്നു, അതായത് റാങ്കിങ്ങിൽ താഴ്ത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗൂഗിൾ അങ്ങനെ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും ബാക്ക് ലിങ്കുകൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല എന്ന് ഗൂഗിളിന് അറിയാം. അപ്പോൾ വേറൊരാൾക്കും അത് ചെയ്യാം. അത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നമുക്ക് ബാക്ക് ലിങ്കുകൾ കിട്ടാം. അതുകൊണ്ട് തന്നെ ഗൂഗിൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ലിങ്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് അതിനെ ഡീവാല്യൂ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിനെ ഗൂഗിൾ മൈൻഡ് ചെയ്യില്ല. ഗൂഗിൾ അതിനൊന്നും പരിഗണിക്കാനായിട്ട് പോവില്ല. നല്ല റെഫറൻസ് മാത്രം ഉണ്ടെങ്കിൽ അതിനെ മാത്രമേ നോക്കൂ. അപ്പോൾ ഈ രീതിയിലാണ് സ്പാമി ബാക്ക് ലിങ്കുകൾ ഗൂഗിൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല സ്പാമി ബാക്ക് ലിങ്കുകളുടെ കേസിൽ. പക്ഷേ ചില സമയത്ത് എപ്പോഴാണ് ഇത് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഔട്ട്റീച്ച് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ. അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ബാക്ക് ലിങ്ക് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഗസ്റ്റ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരണം, നമ്മുടെ ഒരു ഓതർ അക്കൗണ്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം തരണം എന്നൊക്കെ പറയുന്നൊരു സമയത്ത് അവർ ചിലപ്പോൾ നമ്മുടെ ബാക്ക് ലിങ്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു അതോറിറ്റി സ്കോർ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് റെഫറൻസ് വരുന്നത് എന്നൊക്കെ നോക്കും. ആ സമയത്ത് ഒരുപാട് സ്പാമി ബാക്ക് ലിങ്കുകളുണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പാം സ്കോർ ഹൈ ആണ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ തരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ സ്പാമി ബാക്ക് ലിങ്കുകളുടെ കേസിലുണ്ട്. ഓക്കെ, സ്പാം സ്കോർ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ അതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ സ്പാം സ്കോർ നോക്കാറില്ല എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ഗൂഗിൾ പറയുന്നതും വിശ്വാസത്തിലെടുക്കണം, അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ കാണിക്കുന്ന സ്പാം സ്കോറിനെയും വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഗൂഗിൾ ഒരു വെബ്സൈറ്റിൻ്റെ സ്പാം ആക്ടിവിറ്റി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ വെബ്സൈറ്റിനകത്ത് കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ ഒരു മോശം സ്വഭാവമുള്ളതാണോ, ഏതെങ്കിലും തരത്തിൽ റെപ്പിറ്റേറ്റീവായിട്ട് കീവേഡുകളൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഗൂഗിളിൻ്റെ റാങ്കിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, ആളുകളുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത് എന്താ പറയുക, ആളുകളുടെ ഇൻഫർമേഷൻ അവരറിയാതെ കളക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാൽവെയർസോ ഇതെന്തെങ്കിലും ആ വെബ്സൈറ്റിനകത്തുണ്ടോ എങ്കിൽ സ്പാം ആക്ടിവിറ്റീസ് ഉള്ളൊരു വെബ്സൈറ്റായിട്ട് അതിനെ കണക്കാക്കും. ഗൂഗിൾ അങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ സ്പാം സ്കോർ കണക്കാക്കുന്നത്. ലോ വാല്യൂ കണ്ടൻറ്റുകൾ, ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റുകൾ ഒരുപാട് പബ്ലിഷ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പാം സ്കോർ കൂടിയ വെബ്സൈറ്റായിട്ട് ഗൂഗിൾ കണക്കാക്കും. എന്നാൽ ഈ മോസാണ് ഈ സ്പാം സ്കോർ എന്നുള്ള മറ്റൊരു അതോറിറ്റിയായിട്ട് വരുന്നത്. ഈ മോസ് ഇതിനെ നോക്കുന്നത് 2-3 രീതിയിലാണ്. ഇത് ഒറ്റ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. മോസും ഈ പറഞ്ഞ പോലെ ഈ കണ്ടൻറ്റിൻ്റെ ഒരു സംഭവം നോക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഫ്രഷ് വെബ്സൈറ്റൊക്കെ ചില സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് പുതിയതായിട്ടുള്ള ഡൊമൈൻ ആയിരിക്കും, ആ സമയത്ത് സ്പാം സ്കോർ കൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോറം ഈ ഇപ്സം ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഡമ്മി ടെക്സ്റ്റുകൾ കാണും. അതുകൂടാതെ ലോ വാല്യൂ പേജസ് ഒരുപാട് കാണും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അതിൻ്റെ സ്പാമി സ്കോർ കൂടുന്നത്, ആ സ്പാം സ്കോർ കൂട്ടാനായിട്ട് നമ്മൾ നല്ല കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് നാച്ചുറലി തന്നെ ആ സ്കോർ കുറഞ്ഞു വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ല, നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു ഡൊമൈൻ വാങ്ങിച്ചപ്പോൾ നേരത്തെ വേറെ ഏതെങ്കിലും ഡൊമൈനായിട്ട് ഉപയോഗിച്ചിരുന്നതാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാണെങ്കിൽ ഒരു സ്പാം സ്കോർ അവിടെ കണ്ടേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്പാം സ്കോർ നേരത്തെ ഈ പറഞ്ഞ പോലെ നോക്കുന്നത് മോസ് എന്നുള്ളൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഗൂഗിളല്ല, ഒരു തേർഡ് പാർട്ടി കമ്പനിയാണ് അത് നോക്കുന്നത്. അപ്പോൾ അവരതിന് മെയിനായിട്ട് നോക്കുന്നത് ഈ സ്പാം ബാക്ക് ലിങ്കുകളുടെ പ്രസൻസ് തന്നെയാണ്. എത്രത്തോളം സ്പാം ബാക്ക് ലിങ്കുകൾ ഉണ്ടോ
അതിനനുസരിച്ചിട്ടാണ് ആ സ്കോർ കൂടുന്നത്. അത് മാത്രമല്ല കണ്ടൻറ്റ് ക്വാളിറ്റി, ഈ അതോറിറ്റി ഇഷ്യൂ, ഇങ്ങനെയുള്ള പല ട്രസ്റ്റ് സിഗ്നൽസ്, ഇങ്ങനെ പല കാര്യങ്ങളെ വെച്ചിട്ടാണ് ഗൂഗിൾ മോസ് ഈ സ്പാം സ്കോർ കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പറയുന്നത് മോസ് പോലുള്ളൊരു തേർഡ് പാർട്ടിയുടെ സ്പാം സ്കോർ ഞങ്ങൾ നോക്കാറില്ല എന്നാണ്. സത്യമാണ്, ഗൂഗിൾ അത് നോക്കാറില്ല. അതെന്തുകൊണ്ടാണ് നോക്കാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടിയുടെയും സ്കോർ നോക്കിയിട്ട് ഗൂഗിളിന് റാങ്ക് നിശ്ചയിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈവൻ DA ആയാലും DR ആയാലും ഡൊമൈൻ റേറ്റിംഗ് ഏതായാലും തേർഡ് പാർട്ടിയുടെ സ്കോർ ഗൂഗിളിൽ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ നമ്മളുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ സർക്കാരിന് ഇപ്പോൾ ലക്ഷ്യ അല്ലെങ്കിൽ സൈലം പോലുള്ള ആളുകൾ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനിലെ അല്ലെങ്കിൽ മോഡൽ എക്സാമിനേഷനിലെ മാർക്ക് നോക്കിയിട്ട് ഒരു കുട്ടിയെ ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഒരിക്കലും. അപ്പോൾ പക്ഷേ ആ മോഡൽ എക്സാം, ഇപ്പോൾ സൈലം പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന മോഡൽ എക്സാമിനേഷനിൽ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുന്നൊരു കുട്ടി നല്ല സ്റ്റാൻഡേർഡുള്ളൊരു കുട്ടിയായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ, ആ ഒരു ലോജിക്ക് മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മൾ ഈ മോസിൻ്റെ സ്കോർ നോക്കുന്നതിനുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഗൂഗിളിൻ്റെ ഒരു സ്പാം സ്കോർ എത്രയാണെന്ന് നമുക്ക് ഇൻറ്റേർണലി ഉള്ളൊരു സംവിധാനം, അതായത് അവർക്കുള്ളൊരു ഇൻറ്റേർണൽ സംവിധാനം പിന്നെ ഉപയോഗിച്ച് അവർ ചെക്ക് ചെയ്യുന്ന ഈ സ്കോർ എത്രയാണ് എന്ന് അറിയാനായിട്ട് നമുക്കൊരു മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ തേർഡ് പാർട്ടിയുടെ ടൂൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവർ നോക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ഈ മോസ് ഈ പാരാമീറ്റേഴ്സൊക്കെ വെച്ചിട്ടൊരു സ്കോർ ഉണ്ടാക്കുന്നത്. ഈ സ്കോർ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എടുക്കാം, ഒരു ഇൻഡിക്കേറ്ററായിട്ട് മാത്രം കേട്ടോ, ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എടുക്കാം. അതിനനുസരിച്ചിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ മാനുവലി തന്നെ ചെക്ക് ചെയ്യുക, അത്തരം ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക, നോക്കിയിട്ട് അത് കുറക്കാനുള്ള മെഷേഴ്സ് എടുക്കുക. ഇതാണ് എല്ലാ മെട്രിക്കിൻ്റെയും കേസിൽ പൊതുവെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. SEOയിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും, പഠിക്കുന്നവർക്ക് ആയാലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു SEO ഇക്കോസിസ്റ്റം കൂടിയാണ്. അതായത് അതിനകത്ത് പഠിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ തന്നെ കോഴ്സിലെ പിന്നെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അതിനകത്ത് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, അത് മാത്രമല്ല ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഒരു SEO ഇക്കോസിസ്റ്റം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു SEO ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.